കൂടിയാണ്. 8 MB സെക്കൻഡറി അൾട്രാ വൈഡ് ക്യാമറയായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ക്യാമറ ബേസ് നോക്കുമ്പോൾ മോട്ടോയ്ക്കാണ് ഒന്നുകൂടി പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം OS സപ്പോർട്ട് വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമ്മളുടെ മോട്ടോയിൽ ഉണ്ട്. അപ്പോൾ ക്യാമറയുടെ റിയർ ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മോട്ടോ ആണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ 16 MP ആണ് ഇരു ഫോണുകളിലും വന്നിരിക്കുന്നത്. മോട്ടോയിലാണെങ്കിൽ സിംഗിൾ ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഇതിൽ രണ്ടും സെയിം തന്നെയാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് ഇനി നമ്മൾ പോകുന്നത് ബാറ്ററിയുടെ കാര്യത്തിലേക്കാണ്. ബാറ്ററി വരുമ്പോൾ 7000 mAh ബാറ്ററിയാണ് നമ്മളുടെ ഓപ്പോയിൽ വരുന്നത്. 80 വാട്ട് സൂപ്പർ വോൾവോ ചാർജും വരുന്നുണ്ട്. വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി മോട്ടോയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 6000 mAh ബാറ്ററി, 33 വാട്ട് ടർബോ ചാർജിങ്, നോ വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് 7000 mAh ആണ് ഓപ്പോയിൽ വരുന്നതെങ്കിൽ അതിന് കപ്പാസിറ്റിയുള്ള ചാർജിങ് സ്പീഡ് ഓപ്പോയിൽ ഉണ്ട്. അതേപോലെ തന്നെ മോട്ടോയിലും അതിനനുസരിച്ചിട്ടുള്ള ബാറ്ററിക്ക് അനുസരിച്ചിട്ടുള്ള ചാർജിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൈസ് നിങ്ങൾ 17000 കൊടുത്ത് ഫോൺ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 7000 mAhൻ്റെ ഭാഗത്ത് പോകാം. നിങ്ങൾക്ക് അത്ര പൈസ ഇല്ലെങ്കിൽ 6000 mAhും ആ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബാറ്ററി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോറേജ് വേരിയൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ 128 GB UFS 3.1 എന്ന സ്റ്റോറേജ് വേരിയൻറ്റുമായാണ് ഓപ്പോ വരുന്നത്. ഇവിടെ 128 അല്ലെങ്കിൽ 256 GB സ്റ്റോറേജ് നിങ്ങൾക്ക് 1 TB വരെ കൂട്ടാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഈ സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത് UFS 2.2 ആണ്. ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ഓപ്പോൻ്റെ ആണ്. കാരണം UFS 3.1 എന്ന സ്റ്റോറേജ് വേരിയൻറ്റ് സ്പീഡാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവുന്നത് ഓപ്പോയിലാണ്. ഇനി ഇരു ഫോണുകളുടെയും കുഴപ്പങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോയിൽ NFC സപ്പോർട്ട് ചെയ്യുന്നില്ല. ആവറേജ് ആൻഡ് ലൈറ്റ് ഫോട്ടോഗ്രാഫി മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് മോട്ടോയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആവറേജ് ഡിസ്പ്ലേ, അതായത് AMOLED ഡിസ്പ്ലേ ആൻഡ് പ്രൈസ് റേഞ്ചിന് നൽകേണ്ടതാണ്, പക്ഷേ LCD പാനലാണ് നൽകുന്നത്. സ്ലോ ചാർജിങ്, ആ ബാറ്ററിക്ക് അനുസരിച്ച് ചാർജിങ് സ്പീഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രക്കില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കുറച്ച് സമയം എടുക്കും. ലിമിറ്റഡ് OS സപ്പോർട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കുറവാണ് മോട്ടോയിൽ. ആകെ 1 വർഷം സപ്പോർട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇരു ഫോണുകളുടെയും ആൻറ്റിറ്റ്യൂഡ് സ്കോർ നോക്കുകയാണെങ്കിൽ 6,99,303 ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമ്മുടെ ഓപ്പോയിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോയിലേക്ക് പോവുകയാണെങ്കിൽ 4,97,235 ആൻറ്റിറ്റ്യൂഡ് സ്കോറാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടും തന്നെ 2,00,000 ആൻറ്റിറ്റ്യൂഡ് സ്കോർ വ്യത്യാസം വരുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് 17 മണിക്കൂർ 2 മിനിറ്റുമാണ് നമ്മൾ ബാറ്ററി ലൈഫ് നൽകുന്നത്. PC മാർക്കിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ 18 മിനിറ്റ് മോട്ടോയിൽ നൽകുന്നുണ്ട്. 18 മണിക്കൂർ 39 മിനിറ്റ് ബാറ്ററി ലൈഫ്